മാത്സ് പരീക്ഷ എഴുതുന്ന എല്ലാ +1 വിദ്യാർത്ഥികൾക്കും ഇംപ്രൂവ്മെൻ്റ് വേണ്ടി പരീക്ഷ എഴുതുന്ന എല്ലാ +2 വിദ്യാർത്ഥികൾക്കും ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചാപ്റ്റർ 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഏതാനും ഫംഗ്ഷനുകളുടെ ഗ്രാഫ് വരയ്ക്കാനും തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ ഇക്വേഷനും ഡൊമെയിൻ, റേഞ്ച് എന്നിവ എഴുതാനും ഇവിടെ വിവരിക്കുന്നു. ഓരോ ഗ്രാഫും നല്ലവണ്ണം മനസ്സിലാക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. Question number 1. Write the function depicted in the graph. Also find the domain and range. ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൻ്റെ സമവാക്യം എഴുതാനും അതുപോലെ തന്നെ അതിൻ്റെ ഡൊമൈനും റേഞ്ചും എഴുതാനുമാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഈ ഫംഗ്ഷൻ, അതായത് ഈ ഫിഗർ പരിശോധിക്കുമ്പോൾ, അതായത് ഒരു മോഡുലസ് ഫംഗ്ഷനാണ് ഇവിടെ ചിത്രത്തിൽ കാണുന്നത്. അത് -3 എന്ന പോയിന്റിൽ വെച്ച് മറ്റൊരു ഭാഗമായി മാറുന്നു. അതുകൊണ്ട് തന്നെ -3 എന്ന പോയിന്റിനേക്കാൾ വലിയ വാല്യൂവിന്, അതായത് ഗ്രേറ്റർ ദാൻ 0ന് മോഡുലസ് ഫംഗ്ഷനും, എന്നാൽ -3യേക്കാൾ ചെറിയ വാല്യൂവിന്, അതായത് എക്സിന് -3യേക്കാൾ ചെറിയ വാല്യൂ സ്വീകരിക്കുമ്പോൾ ഫംഗ്ഷൻ f(x) +3 ആയിട്ടും കാണാം. അതുകൊണ്ട് നമുക്കിതിനെ ഇതേ രീതിയിൽ ഈ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എഴുതാം. f(x) mod x, x greater than or equal to -3. f(x) 3, x less than -3. എക്സിൻ്റെ വാല്യൂ -3യേക്കാൾ ചെറുത് വരുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ ഗ്രാഫാണ്, -3 വരെ, -3 മുതൽ മോഡുലസ് ഫംഗ്ഷൻ. കൂടാതെ ഇതിൻ്റെ ഡൊമൈൻ എഴുതാനുണ്ട്. നമുക്കറിയാം, ഈ ഭാഗം നോക്കിയാൽ തന്നെ അറിയാം, എക്സ് ലെസ് ദാൻ -3, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3 എന്ന് പറഞ്ഞാൽ എക്സിന് ഏത് വാല്യൂവും സ്വീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഡൊമൈൻ എന്നുള്ളത് ക്യാപിറ്റൽ R ആണെന്ന് കാണാം. അതുപോലെ തന്നെ റേഞ്ച്, നമുക്കറിയാം ഫിഗർ പോസിറ്റീവ് പാർട്ട് ഓഫ് എക്സ് ആക്സിസ്, വൈ ആക്സിസിൻ്റെ പോസിറ്റീവ് പാർട്ടിലേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് റേഞ്ച് 0 to ∞ ആണെന്നും കാണാം. ഇത്രയാണ് ഈ ചോദ്യത്തിൽ ചെയ്യാനുള്ളത്. ദെൻ അടുത്തൊരു ചോദ്യം നോക്കാം. ഇതേ രീതിയിൽ മറ്റൊരു ഫംഗ്ഷൻ, അതിൻ്റെ തന്നെ ഡൊമൈനും റേഞ്ചുമാണ് എഴുതാനുള്ളത്. ഇവിടെയും അതെ, നേരത്തെ അതേ രീതിയിലുള്ള ഒരു മോഡുലസ് ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷേ ആ മോഡുലസ് ഫംഗ്ഷൻ നമുക്കറിയാം, ഈ മോഡുലസ് ഫംഗ്ഷൻ ഇവിടെ നിന്നാണ് മോഡുലസ് ഫംഗ്ഷൻ നാം പഠിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, f(x) mod x. എന്നാൽ ഇത് y ആക്സിസിൻ്റെ നെഗറ്റീവ് പാർട്ടിലേക്കാണ്, 2 യൂണിറ്റ് താഴേക്കാണ്. അതുകൊണ്ട് തന്നെ mod x -2 ആണെന്ന് കാണാം. ഇനി കുറച്ചുകൂടി മാറിയിട്ടുണ്ട്, -2ൻ്റെ അവിടേക്ക് ലെഫ്റ്റിലേക്ക് കുറച്ചുകൂടി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ മോഡുലസിനൊരു നെഗറ്റീവും വേണം, അതിൽ നിന്ന് 2 യൂണിറ്റ് കുറയ്ക്കുകയും വേണം. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: മോഡുലസ് ഓഫ് x+2, അതിനൊരു നെഗറ്റീവ്, അതുകൊണ്ട് താഴേക്കാണ്, 2 യൂണിറ്റ് താഴേക്കും വന്നു. അതുകൊണ്ട് ഇതിനെ -mod x+2 then -2. ഇവിടെ -2, പുറത്ത് വരുന്ന -2 വരാൻ കാരണം 2 യൂണിറ്റ് കൂടി താഴേക്ക് നീങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് വരാൻ കാരണം ഈ y ആക്സിസിൻ്റെ താഴേക്കാണ് എന്ന്. ഇനി അതുപോലെ തന്നെ +2, mod x -2, അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് ഭാഗത്തേക്ക് മാറിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഡൊമൈൻ നമുക്കറിയാം, എക്സിന് സ്വീകരിക്കാൻ പറ്റുന്ന വാല്യൂവിനാണ് ഡൊമൈൻ എന്ന് പറയുക. എക്സിന് ഏത് വാല്യൂയും കൊടുക്കാം, ഒന്നുകിൽ ഇക്വേഷൻ നോക്കി തീരുമാനിക്കാം. ഇനി ഇതല്ലെങ്കിൽ ഇതിനെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിനെ, ഈ വെർട്ടിക്കൽ ലൈൻ എല്ലായ്പ്പോഴും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഡൊമൈൻ ക്യാപിറ്റൽ R ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ -∞ മുതൽ -2 വരെയാണ് ഗ്രാഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് റേഞ്ച് -∞, -2, -2ൻ്റെ അവിടെ ക്ലോസ്ഡ് ഇൻ്റർവെലാണ്. ദെൻ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. Find the domain and range of f(x) = √16 - x². നമുക്കിതിൻ്റെ
ഡൊമെയ്നും റേഞ്ചും എഴുതുകയാണ് വേണ്ടത്. എന്നിരുന്നാലും ഇതിനെ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഫിഗറും കൂടി ഓർമ്മയിൽ വരികയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ അതിൻ്റെ ഡൊമെയ്നും റേഞ്ചും നമുക്ക് എഴുതാൻ സാധിക്കും. നമുക്കറിയാം 16 മൈനസ് എക്സ് സ്ക്വയർ, അതായത് നാം പഠിക്കുന്ന എല്ലാ ഫംഗ്ഷനും റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് വാല്യൂ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കൂ, പരമാവധി 0 വരെ. അതുകൊണ്ട് 16ൽ നിന്ന് 16 വരെയേ കുറയ്ക്കാനാകൂ. അതായത് എക്സിന് സ്വീകരിക്കാൻ പറ്റുന്ന വാല്യൂ -4 മുതൽ +4 വരെ. -4 കൊടുത്താൽ 16 മൈനസ് -4 സ്ക്വയർ, അതായത് 0 വരുന്നു. -4 മുതൽ +4 വരെയാണ് ഈ റൂട്ടിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് വരുമ്പോൾ എക്സിന് സ്വീകരിക്കാൻ പറ്റുന്ന വാല്യൂസ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഫിഗർ ഇങ്ങനെയായിട്ട് കാണാം. -4 മുതൽ +4 വരെയാണ് വാരി ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റേഞ്ച് 0 മുതൽ 4 വരെ. അപ്പോൾ ഇവിടെ ഡൊമെയിനായിട്ട് നാം എഴുതേണ്ടത് ക്ലോസ്ഡ് ഇൻ്റർവൽ -4 4 റേഞ്ച് 0 4. ഇവിടെ 16 വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 25 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഡൊമെയിൻ -5 5 എന്നും റേഞ്ച് 0 5 എന്നും രേഖപ്പെടുത്താം. ഇനി √10 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഡൊമെയിൻ ക്ലോസ് ഇൻ്റർവൽ -√10, √10. ഇവിടെ 16 കൃത്യമായ വാല്യൂ ഉള്ളതുകൊണ്ടാണ് ഇവിടെ 4 എന്ന് വന്നത്. 10 ആണെങ്കിൽ -√10, √10 എന്നെഴുതിയാൽ മതി ഡൊമൈനിൻ്റെ സ്ഥാനത്ത്. റേഞ്ച് ആണെങ്കിൽ 0, √10. ഇതേ രീതിയിൽ ഇതേ പാറ്റേണിൽ വരുമ്പോൾ ഏതൊരു ക്വസ്റ്റ്യനും അതിൻ്റെ ഡൊമൈനും റേഞ്ചും കാണാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നേരെ തിരിച്ചാണ്. √x² - 16. ഇവിടെയും അതേ നമുക്കറിയാം. x²ൽ നിന്ന്, അതായത് ഈ ഭാഗത്ത് 16ൽ നിന്ന് 16 വരെയാണ് കുറയ്ക്കാനാകൂ. അതിനേക്കാൾ ചെറിയ വാല്യൂ, അതായത് എക്സിന് 4നേക്കാൾ ചെറിയ വാല്യൂ ആണെങ്കിൽ ഉദാഹരണമായിട്ട് 3² 9 - 16, അപ്പോൾ നെഗറ്റീവ് വാല്യൂ വരുന്നു. അതായത് -∞ മുതൽ -4 വരെയും 4 മുതൽ ഇൻഫിനിറ്റി വരെയും വരുന്ന വാല്യൂ എക്സിന് കൊടുക്കുകയാണെങ്കിൽ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ പോസിറ്റീവായിട്ട് വരുന്നു എന്ന് കാണാം. കഴിഞ്ഞ തവണ എവിടെയാണോ കർവ് എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ഭാഗത്ത് ഇവിടെ കർവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കർവ് ഇതേ രീതിയിലാണ് വരിക. ഇവിടെ കർവ് വരയ്ക്കേണ്ട ആവശ്യമില്ല, കർവ് ഇവിടെ വരച്ചു എന്ന് മാത്രം. അതായത് -∞ മുതൽ -4 വരെയും 4 മുതൽ ഇൻഫിനിറ്റി വരെയുമാണ് എക്സിന് വാരി ചെയ്യുന്നത്. ഇനി ആ സമയത്ത് ലഭിക്കുന്ന വാല്യൂസ് പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റേഞ്ച് 0 to ഇൻഫിനിറ്റി. ഇത് രണ്ട് രീതിയിൽ എഴുതാം. -∞ -4 യൂണിയൻ 4, ഇൻഫിനിറ്റി എന്ന് എഴുതാം. എന്നാൽ നേരെ തിരിച്ച് ക്യാപിറ്റൽ ആറിൽ നിന്ന് -4 മുതൽ +4 വരെ ഓപ്പൺ ഇൻ്റർവൽ സബ്ട്രാക്റ്റ് ചെയ്താലും ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നാം എഴുതുന്നത് ഡൊമെയിൻ ക്യാപിറ്റൽ R മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -4 4. അതുപോലെ റേഞ്ച് 0, ഇൻഫിനിറ്റി. ദെൻ മറ്റൊരു ചോദ്യം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് f(x) = 1 - mod x. ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ് നാം ചെയ്യേണ്ടത്. x element of capital R. Find the range of f(x). ഇവിടെ ഡൊമെയിൻ ചോദിക്കുന്നില്ല, കാരണം ഡൊമെയിൻ x element of R എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് ആദ്യം mod x ആണ്, പിന്നീട് അതിനൊരു നെഗറ്റീവ് വന്നു, പിന്നീട് അതിനൊരു 1 ആഡ് ചെയ്യുന്നു. ഇതേ രീതിയിലാണ് നാം ഇതിനെ പരിഗണിക്കുന്നത്. ആദ്യം നമുക്കറിയാം ഈ വരച്ച ഗ്രാഫാണ് മോഡുലസ് ഓഫ് എക്സ്. ഇനി ഇതിനെ ഒരു -mod x ആകുമ്പോൾ എങ്ങനെയാണ് ഫിഗർ? ഇതാ നേരെ താഴേക്ക്. ഇനി ഇതിനെ ഒരു യൂണിറ്റ് ആഡ് ചെയ്താൽ, അതായത് -mod x + 1, അതിനെയാണ് നാം 1 - mod x എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ് മുകളിലോട്ട്. ഇപ്പോൾ ഇതാണ് 1 - mod x എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇനി ഇതിൻ്റെ റേഞ്ച്
കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം -∞ മുതൽ 1 വരെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത് എന്ന് കാണാം. -∞, 1 ഇവിടെ -1 എന്ന് കൊടുത്തിട്ടുണ്ട്. -∞ +1 ആണ് ഇതിൻ്റെ റേഞ്ച്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, let capital A equal to set 1, 2, 3 and capital B equal to 3, 4. Find A cross B, B cross A. Find the number of relations from A to B. Find the number of non-empty relations from capital A to capital B. ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ഒന്നിച്ചാണ് ഒരേ A എന്ന സെറ്റും B എന്ന സെറ്റും ഉപയോഗിച്ച് നാം കാണുന്നത്. നമുക്കിവിടെ ആദ്യം A ക്രോസ് B നോക്കാം. A ക്രോസ് B ഈക്വൽ ടു എയിലെയും ബിയിലെയും എലമെൻറ്റ് ഓർഡേഡ് പെയർ എന്ന രീതിയിൽ എഴുതുന്നു. അതായത് 1, 3 ദെൻ 1, 4. ഇപ്പോൾ 1ൻ്റെ എല്ലാ എലമെൻറ്റുകളും എഴുതി കഴിഞ്ഞു. ദെൻ 2, 3, 2, 4 3, 3, 3, 4 ഏത് ഓർഡറിലും എഴുതാം. നാം ഇവിടെ തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഒരു നിശ്ചിത രീതിയിൽ ക്രമീകരിക്കുന്നത്. ഇപ്പോൾ എ ക്രോസ് ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണം നമുക്കറിയാം. എയിൽ 3 എലമെൻറ്റും ബിയിൽ 2 എലമെൻറ്റും ആണെങ്കിൽ 3 × 2 6 എലമെൻറ്റ്സ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി ഈക്വൽ ടു 6. കൂടാതെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി, എ ക്രോസ് ബിയിലുള്ള സബ്സെറ്റുകളുടെ എണ്ണം നമുക്കറിയാം 2n. ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് 6, 2⁻6 ഈക്വൽ ടു 64. ഇനി ഈ എഴുതിയതിൽ ഈ 64 എണ്ണത്തിൽ ഒരെണ്ണം നൾ സെറ്റായിരിക്കും, ഒരെണ്ണം എല്ലാ എലമെൻറ്റുകളുമുള്ള സെറ്റായിരിക്കും. അതായത് നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ഈക്വൽ ടു 64. ഈ 64ൽ ഒരെണ്ണം നൾ സെറ്റായിരിക്കും. അതായത് നമ്പർ ഓഫ് നോൺ എംപ്റ്റി റിലേഷൻസ് ഫ്രം എ ടു ബി ഈക്വൽ ടു 64 - 1 ദാറ്റ് ഈസ് 63. ദെൻ മറ്റൊരു ചോദ്യം, ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു. ഒരു റേഷണൽ ഫംഗ്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡൊമെയിനാണ് കാണാനുള്ളത്. എന്താണ് ഇതിൻ്റെ ഡൊമെയിൻ? തന്നിരിക്കുന്ന ഫംഗ്ഷൻ അതുപോലെ എഴുതുന്നു. ദെൻ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ന്യൂമറേറ്റർ അതുപോലെ എഴുതുന്നു, ഡിനോമിനേറ്റർ. ഈ ഡിനോമിനേറ്ററിനെ നമുക്കറിയാം, ഡിനോമിനേറ്റർ ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. അതായത് ഈ ഡിനോമിനേറ്ററിൽ വരുന്ന ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇതിനെ നാം ചെയ്യുന്നത് ഫാക്ടറൈസ് ചെയ്യുന്നു. 2 ലീനിയർ ഫാക്ടറുകളുടെ പ്രോഡക്റ്റാക്കി ഫാക്ടറൈസ് ചെയ്യുന്നു. പ്രോഡക്റ്റ് +4ഉം സം -5ഉം വരുന്ന 2 എലമെൻറ്റുകൾ, അതായത് -1 ആൻഡ് -4. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, x - 1 × x - 4. ഇവിടെ നമുക്ക് നേരിട്ട് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ 1 - 1 0, 4 കൊടുക്കുകയാണെങ്കിൽ 4 - 4 0. അതായത് 1, 4 ഈ 2 നമ്പർ ഒഴികെ ഏത് എലമെൻറ്റ് കൊടുക്കുമ്പോഴും ആ ഫംഗ്ഷന് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 0 വരുന്നില്ല എന്നർത്ഥം. ഇത് മാത്രമാണ് നാം ഇവിടെ കണ്ടെത്തേണ്ടത്. അതായത് ഡൊമെയിൻ, ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ക്യാപിറ്റൽ ആറിൽ നിന്ന് എല്ലാ എലമെൻറ്റും പറ്റും, പറ്റാത്ത 2 എലമെൻ്റ് ഉള്ളത് ആറിൽ നിന്ന് 1 ആൻഡ് 4. ക്യാപിറ്റൽ ആർ എന്ന റിയൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് 1 എന്ന എലമെൻറ്റും 4 എന്ന എലമെൻറ്റും മാത്രമാണ് ക്യാൻസൽ ചെയ്യേണ്ടത് എന്ന് ചുരുക്കം. ഇവിടെ ഈ ചാപ്റ്ററിലുള്ള പ്രധാന ചോദ്യങ്ങൾ, അതായത് ഡൊമെയിൻ കാണാൻ, അതുപോലെ തന്നെ റേഞ്ച് കാണാൻ, ഏതാനും ഫിഗറുകൾ തന്നിട്ട് എക്സാമ്പിൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ, അതേ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ തന്നെ ക്വസ്റ്റ്യൻ്റെ തന്നെ ഡൊമെയിനും റേഞ്ചും എഴുതാൻ, അതുപോലെ ഇങ്ങനെയുള്ള ഫംഗ്ഷൻ്റെയൊക്കെ എയും ബിയും തന്നിട്ട് എ ക്രോസ് ബി കാണാൻ, ബി ക്രോസ് എ കാണാൻ, ഇത്തരം ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അതുപോലെ തന്നെ അടുത്ത ഭാഗത്ത് നമുക്ക് വരുന്നത് ട്രിഗണോമെട്രി എന്ന പ്രധാനപ്പെട്ട മറ്റൊരു ചാപ്റ്ററാണ്. ഏതാണ്ട് 10 മാർക്ക് വരെ നേടാവുന്ന പരീക്ഷയ്ക്ക് വരുന്ന ഒരു നല്ല ചാപ്റ്ററാണ്. അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.